ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റിജിനാസ് മനുഷ്യരിലേക്ക് എല്ലാവർക്കും അപ്പോൾ സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സെൽഫി ക്യാമറയൊക്കെ കറക്റ്റായി. ഇപ്പോൾ ഞാൻ പുതിയ മൊബൈലൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നവരാത്രിയുടെ സെലിബ്രേഷനാണ്, 3 ദിവസത്തെ സെലിബ്രേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാൻ വീഡിയോ ആക്കിയിട്ടൊന്നും ഇട്ടില്ല. ഓക്കെ അല്ലേ? വീഡിയോ ക്ലാരിറ്റിയൊക്കെ ഓക്കെ അല്ലേ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ആക്കിയിട്ടിട്ടില്ല. കാരണം എന്താണ്? കാരണമൊന്നുമില്ല, ഷോർട്സ് ആക്കി ഇട്ടു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വ്ളോഗിലൂടെ പറയാൻ പറ്റുള്ളൂ. സോ വായിന്ന് കയ്യിൽ നിന്ന് വായി എടുക്കുന്നത്. അപ്പോൾ നവരാത്രി ഒരു 10 ദിവസമായിട്ട് ഇവിടെ ഒരു ഭജൻ പാടലും ഒക്കെയാണ്. ലാസ്റ്റ് 3 days ആണ് ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. ഫസ്റ്റത്തെ ദിവസം ഞാൻ ഷോർട്സ് ആക്കിയാണ് വിട്ടത്. ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഷോർട്സ് ആക്കി ഇട്ടതൊക്കെ തന്നെയാണ് കാണിക്കാനുള്ളതും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്ളോഗായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാക്കിയത്. ഇവിടെ അതവിടെ കുറച്ച് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവർ സെൽഫി പോയിൻ്റ് എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇത് ആർട്ട് വർക്ക് എന്ത് രസമായിട്ടാണ് അവിടെ ഓരോ ആർട്ടും ചെയ്തിരിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എല്ലാം ഇവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ് ഈ സെറ്റപ്പ് ചെയ്തതും ഈ പന്തൽ പോലെ കെട്ടിയതും. എല്ലാ പണിയും ഇവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്, ജവാൻസ് തന്നെയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ആർട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തെർമോക്കോളിലാണ് ആർട്ട് വരച്ച് പെയിൻറ്റ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു സെൽഫി എടുക്കാറുണ്ട്. വേഗം എടുത്തു. പിന്നെ അവിടെ ഒരു പൂജ ചെയ്യലൊക്കെയാണ്. പൂജ കഴിഞ്ഞിട്ടുണ്ട്, അതായത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കുറച്ച് നേരത്തെ പോയി, അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ സെൽഫി എടുക്കാനുള്ള സംഭവം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും സെൽഫി എടുത്തിട്ടില്ല. ഇന്ന് വേണം എനിക്ക് പോയിട്ടൊന്ന് അവിടെ ഒരു സെൽഫി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ, അതായത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഓവറോൾ സൂപ്പർബായിട്ടുണ്ടായിരുന്നു എല്ലാ ഡെക്കറേഷനും. ഇത് കൂപ്പൺ കൊടുക്കാനാണ്, അതായത് ഫുഡിൻ്റെ അവിടെ നമ്മൾ കൂപ്പണാണ് കൊടുക്കേണ്ടത് ക്യാഷിൻ്റെ പകരം. ഒരിക്കൽ നമ്മൾ ക്യാഷ് കൊടുത്ത് കൂപ്പൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാണോ അത്ര രൂപേൻ്റെ കൂപ്പൺ കൊടുക്കുക, അങ്ങനെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു മണീൻ്റെ ഒരു ഇത് വരില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഓരോ ഫുഡ് സ്റ്റോള്. അതിൽ വെജിറ്റബിൾ ബിരിയാണി, നോൺ വെജൊന്നുമില്ല, വെജിറ്റബിൾ ബിരിയാണി, ചൗമീൻ, പിന്നെ ഈ ഉഴുന്നുവട ഉണ്ടായിരുന്നു, ഉഴുന്നുവട, സാമ്പാർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ശരി ചൗമീൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് വാങ്ങിക്കഴിച്ച് പിന്നെ നമുക്ക് തിരിച്ച് പോകുമ്പോൾ അവിടെ പ്രസാദം വെച്ചിരിക്കണം. ശരി സ്വീറ്റ്സ് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് ജസയ്ക്കൊന്ന് ഞാനും കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല സൂപ്പറായിട്ടുള്ള സ്വീറ്റ് തന്നെയായിരുന്നു. നല്ല നെയ്യിൻ്റെ അംശം അവിടെ വന്നു. പിന്നെ ഇന്നലത്തെ ബാക്കി കുറച്ച് പ്രോഗ്രാംസ് ഇന്ന് കണ്ടിന്യൂ ചെയ്തതാണ്. നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് ഓരോ പ്രോഗ്രാം ചെയ്യണതും ഈ ഫാമിലീസും പിന്നെ ഈ എംപ്ലോയീസൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊരു എംപ്ലോയി തന്നെ ആയിരിക്കണം. എന്ത് നല്ല രസമായിട്ടാണ് പാട്ട് പാടുന്നതും. പിന്നെ ഇത് രാജസ്ഥാൻ സോങ്ങാണ്, രാജസ്ഥാൻ്റെ കൾച്ചർ എന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ്സാണ് തോന്നുന്നു. ഇത് 3 പേരും രാജസ്ഥാൻ ആൾക്കാരാണ്. അതിൽ പിങ്ക് വന്നിട്ട് എൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതിനെനിക്കറിയാം. അപ്പോൾ അവരുടെ ആ ഒരു സോങ് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കുക. അത് രാജസ്ഥാൻ്റെ അങ്ങനെ ആയിരിക്കാം, സ്റ്റൈൽ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവരങ്ങനെ ഇതാക്കിയിരിക്കുന്നത്. പിന്നെ ഇടയിൽ ഞാൻ അവരൊക്കെ ഐസ്ക്രീം കഴിച്ചു വന്നാൽ പിന്നെ എനിക്കും ആവാലോ പറഞ്ഞിട്ട് ഞാനൊന്ന് വാങ്ങിയിട്ട്
വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതായിരുന്നു ഈ ഹാൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഇത് വന്നിട്ട് ആസാമിൻ്റെ വസ്ത്രധാരണമാണ്, അതായത് അവരുടെ കൾച്ചറായിട്ടുള്ള വസ്ത്രധാരണം. അപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ കൾച്ചറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇത് ഓണപ്പുടവയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ ഇത് ആസാമിൻ്റേതാണ്. അത് മെക്ലജാത അങ്ങനെ എന്തോ ആണ് പറയണത് ഈ ഡ്രസ്സിന്. അതായത് ധാവണി പോലെ തന്നെ, പക്ഷെ അത് പട്ടിൽ ആയിരിക്കുന്നു മാത്രം. പട്ട് മീൻസ് ഫുള്ളായിട്ട് വേറൊരു തരത്തിൽ ധാവണി പോലെ തന്നെയാണ്. സെറ്റ് മുണ്ടൊക്കെ അവരെങ്ങനെയാണ് നമ്മൾ അവിടെ ഉടുക്കുക, അതുപോലെ തന്നെയാണ് ഇവർ ഈ ഡ്രസ്സിന് ഉടുക്കുന്നത്. പിന്നെ അങ്ങനെ 10 മണിയായതും പരിപാടി നിർത്തി അങ്ങനെ